ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2019 ഒരു കോർട്ട് റൂം ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി കൂളിനി കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാൻ ഈ ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തത് ഇതുപോലൊരു നല്ല മൂവി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നമ്മൾ കഴിഞ്ഞോട്ടെ ചെയ്ത ആ ഒരു മൂവി പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ പോലെ, അതുകൊണ്ട് നല്ലൊരു മൂവി തന്നെ കൊണ്ടുവരാം. കാരണം ഈ ഒരു ചാനലിൽ നിങ്ങൾ കൂടുതലായിട്ടും ക്രൈം ത്രില്ലർ, ഹൊറർ ഈ ഒരു ജനറലുള്ള മൂവീസാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു മൂവിയെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. തൻ്റെ വക്കീൽ പഠനം കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ഹീറോ. അപ്പോൾ അവൻ ആദ്യമായിട്ട് കിട്ടുന്ന കേസ് ഒരു കൊലക്കേസ്. അപ്പോൾ അതിലെ പ്രതിക്ക് വേണ്ടിയിട്ടാണ് ഹീറോ വാദിക്കേണ്ടത്. പക്ഷെ കേസിന്റെ തെളിവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു പ്രതിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വാ തുറന്ന് ഒരു ഒറ്റ അക്ഷരം പോലും അയാൾ മിണ്ടുന്നില്ല. ഈ ഒരു കേസ് എങ്ങനെയാണ് ഹീറോ കണ്ടുപിടിക്കുന്നത്? അതുപോലെ അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂവിയിൽ അല്ലാതെ തന്നെ പറയുന്നുണ്ട്. അതെല്ലാം എന്താണെന്ന് നമുക്ക് ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇനിയും അധികമായിട്ടും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഏകദേശം ഒരു 60-65 വയസ്സ് പ്രായമുള്ള ഒരാള് താനൊരു റിപ്പോർട്ടറാണെന്ന് പറഞ്ഞ് ഒരു കമ്പനിയുടെ സിഇഒയെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോന്നു. അപ്പോൾ ഇവനെ കണ്ട സിഇഒ ആണെങ്കിലും വന്നവൻ ചിലപ്പോൾ റിപ്പോർട്ടർ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവനെ നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും സിഇഒ കുറച്ച് അകത്തേക്ക് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ പുറകിൽ വന്ന ആ ഒരാള് തോക്ക് ലോഡ് ചെയ്യുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷെ അത് കാണിക്കുന്നില്ല. ഇയാളായാലും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അയാളെ കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ ആ ഒരു സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഈ അകത്തേക്ക് പോയ ആ ഒരാളുണ്ടല്ലോ, അയാളിപ്പോൾ ഇതിന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അയാളുടെ ഷൂവിന്റെ ഒരു ഭാഗം നല്ലതുപോലെ ചതഞ്ഞിട്ടുണ്ട്. അതുമല്ല നടക്കുന്ന ഭാഗത്തെല്ലാം രക്തം പറ്റുന്നു. അങ്ങനെ ഇയാളായാലും പതിയെ നടന്ന് ആ ഒരു റിസപ്ഷന്റെ മുന്നിലേക്ക് വന്ന് അവിടെയുള്ളൊരു സീറ്റിൽ വന്നിരിക്കുമ്പോൾ ആ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ലേഡി വന്നിട്ട് സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓക്കെ ആണോ എന്നെല്ലാം ചോദിക്കുന്നതും ഇപ്പൊ ഇവിടേക്ക് ഒരാൾ വന്നിരുന്നല്ലോ, അയാൾ പറയും ഹാൻസ് മേയറെ ഞാൻ കൊന്നു എന്നുള്ള രീതിയിൽ ആ ഒരു കുറ്റസമ്മതം നടത്തുന്നതും റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പെണ്ണാണെങ്കിലും പെട്ടെന്ന് തന്നെ പോലീസിനെല്ലാം ഇവിടേക്ക് വിളിച്ചു വരുത്താണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു കോടതിയാണ്. അവിടേക്ക് നല്ല വേഗത്തിൽ വരുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോയുടെ പേര് കാസ്പർ എന്നാണ്. അങ്ങനെ ഹീറോ ആയാലും പെട്ടെന്ന് കോടതിക്കകത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ ഒരു വക്കീലാണ്. അവനാണെങ്കിൽ വക്കീലായിട്ട് ഏകദേശം ഒരു 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതുവരെയും വേറെ കേസൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ അകത്തേക്ക് വന്ന് അവിടുത്തെ ജഡ്ജിമാരോടും വക്കീലിനോടെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ദേ ഇപ്പൊ ഇതുപോലൊരു കേസ് ഹാൻസ് മേയറെ കൊന്ന ആ ഒരു കൊലയാളിയെ പറ്റി നീ അറിഞ്ഞില്ലേ? അവൻ എന്തിനാണ് കൊന്നത്, അതിനുള്ള കാരണം എന്താണ്, ഇതുവരെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല. ആ ഒരു കേസ് ഗവൺമെന്റ് നിനക്ക് തന്നിരിക്കുകയാണ്. ആ ഒരു പ്രതിക്ക് വേണ്ടി നീ വാദിക്കണം. പിന്നെ അറിയാലോ, ആദ്യത്തെ കേസാണ്. ഓക്കെ, നിനക്ക് പ്രതിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോയി ചോദിച്ചിട്ട് വരാൻ പറയുന്നതും ഹീറോ ആയാലും നേരെ ആ ഒരു പ്രതിയെ കാണാനായിട്ട് ചെല്ലാണ്. അപ്പൊ അയാളുടെ പേര് ഫാബ്രിസിയോ കൂളിനി. ഈ ഒരു മൂവിയുടെ പേരും അത് തന്നെയാണ്, ദി കൂളിനി കേസ്. അപ്പൊ ഇയാളുടെ കേസാണ് ഹീറോ എടുത്ത് വാദിക്കുന്നത്. അങ്ങനെ ഹീറോ നേരെ കൂളിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് എന്തെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞ അയാളുടെ പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കൂളിനി ആണെങ്കിലും ഹീറോയെ അങ്ങനെ തന്നെ ദേഷിച്ചിങ്ങനെ നോക്കി നിൽക്കാണ്. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഹീറോ അയാളുടെ മുന്നിൽ നിന്ന് ആകെ വിറച്ചുപോയി. കാരണം ആദ്യത്തെ കേസാണല്ലോ. അയാളാണെങ്കിലും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം ആദ്യത്തെ കേസ് തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ഓക്കെ അതെന്തായാലും പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ തിരിച്ചു വന്ന് ഇപ്പൊ ഈ ഒരു കേസ് ഇയാളെ പറ്റിയുള്ള ഇയാൾക്ക് സപ്പോർട്ടായിട്ട് ഹീറോ തന്നെ വാദിക്കാന്ന് ഇവരോട് പറയുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ജഡ്ജിമാരെല്ലാം ഹീറോയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നത്, അല്ല നീ ഒരു ഹാളിലേക്ക് നോക്ക്, ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ഹീറോ നോക്കിയിട്ട് ഇല്ല, ആരും വന്നിട്ടില്ല. പിന്നെ ഇതിനെ ഈ ഒരു കോട്ടിട്ടുണ്ടോ വന്നേ എന്നും പറഞ്ഞ് ഹീറോയെ കളിയാക്കും. ഇപ്പൊ ഇത്രയും നാളായിട്ട് കേസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇതിങ്ങനെ വന്നേ എന്തെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് വല്ലാണ്ടായിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ ഒരു ആവേശത്തിൽ വന്നപ്പോഴത്തേക്കും കോട്ടെല്ലാം എടുത്തിട്ടു. അങ്ങനെ ഈ ഒരു കോടതിയിൽ നിന്നും ഹീറോ നേരെ വെളിയിലേക്ക് വന്നിട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹീറോയുടെ സുഹൃത്തുക്കള് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവര് തന്നെ ചോദിക്കുന്നില്ല, എന്ത് പറ്റി, നീ കോട്ടിട്ടുണ്ട് വന്നതുകൊണ്ട് അവർ കളിയാക്കിയോ? അതറിയാതെ ഞാൻ ഇട്ടുപോയതാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അതേസമയം ആ ഒരു റെസ്റ്റോറന്റ് വെളിയിലായിട്ട് ഒരു വക്കീൽ ഇരിപ്പുണ്ട്. ഒരു പഴയ വക്കീലാണ്. അതുമല്ല അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീല്. എത്ര വലിയ കേസ് കിട്ടിയാലും അത് സിമ്പിളായിട്ട് വാദിച്ച് ജയിക്കും. അതുപോലെ കഴിവുള്ള ഒരു വക്കീലാണത്. അപ്പൊ ആ ഒരു വക്കീലിന്റെ ഒരു കേസിനെ പറ്റിയെല്ലാം ഇവര് 3 പേര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയ ആ ഒരു കേസ് എന്താണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിൽ ഇപ്പോൾ നല്ലതുപോലെ ചർച്ച ചെയ്യുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് കോടതിയിലേക്ക് പോകുമ്പോഴത്തേക്കും റിപ്പോർട്ടർമാരെല്ലാം നിന്നെ പൊതിയും, നല്ലതുപോലെ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് പോകണം. അപ്പോൾ ഹീറോ പറയും, ഏയ് ഇതൊരു സാധാരണ കൊലക്കേസല്ലേ എന്ന് പറയുമ്പോഴത്തേക്കാണ്, എന്ത് സാധാരണ കൊലക്കേസോ, കൊല്ലപ്പെട്ടത് ആരാണെന്ന് നിനക്കറിയോ? ഇല്ല. അപ്പോഴേക്കാണ് ആ ഒരു സുഹൃത്ത് പറയുന്നത്, കൊല്ലപ്പെട്ട ആള് ഈ ഒരു സിറ്റിയിൽ തന്നെ ഒരു വലിയ കമ്പനിയിലെ സിഇഒ ആണ്, പേര് ഹാൻസ് മേയർ എന്നിങ്ങനെ പറയുന്നതും
സത്യത്തിൽ ഇത് ഗവൺമെന്റ് കൊടുത്തൊരു കേസ് ആയതുകൊണ്ട് ഹീറോയ്ക്ക് ഈ കൊലയാളി ആരെയാണ് കൊന്നതെന്ന് ഇതുവരെ അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ഒരാളെ കോൾ ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. മരിച്ചുപോയ ഹാൻസ് മേയർ എന്ന് പറഞ്ഞ ആ ഒരാളുണ്ടല്ലോ, അയാള് ഹീറോ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൻ അച്ഛനില്ലാതെ അമ്മയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹാൻസ് മേയർ എന്ന് പറഞ്ഞ അയാള് ഹീറോയെ തന്റെ കൂടെ കൂട്ടി പഠിപ്പിച്ചൊരു വക്കീലാക്കി മാറ്റുമായിരുന്നു. അതുമല്ല, ഹാൻസ് മേയറിന്റെ കൂടെ അയാളുടെ കൊച്ചുമാനായിട്ടുള്ള ഫിലിപ്പ് മേയറും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഹീറോ ഹാൻസ് മേയർ എന്ന് പറഞ്ഞ അയാളോടൊപ്പമാണ് വളർന്നത്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ വളർത്തച്ഛനായിട്ട് വരും. ഇപ്പൊ ഈ ഒരു വിഷയം അറിയാതെയാണ് ഹീറോ ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതറിയുന്നതും അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും ഹാൻസ് മേയറിന്റെ കൊച്ചുമാളായിട്ടുള്ള ജോന മേയർ അവൾ ഇപ്പോ ഹീറോയെ കാണാനായിട്ട് വരികയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കുട്ടിക്കാലം മുതൽ ഒരുമിച്ചാണ് വളർന്നിട്ടുള്ളത്. അവളായാലും വന്നിട്ട് പറയും, നീ ഇപ്പോൾ ആർക്കെതിരെയാണ് വാദിക്കുന്നതെന്നറിയോ? അപ്പോ ഹീറോ പറയും, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കേസ് എനിക്ക് വാദിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്റെ ആദ്യത്തെ കേസും അതേപോലെ തന്നെ ഞാൻ ഇതിൽ സൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ജോന പറയും, ഓക്കെ, അതെന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കും. മുത്തച്ഛൻ ആരാണെന്ന് നിനക്കറിയാലോ എന്നെല്ലാം പറയുമ്പോൾ ഹീറോ വിചാരിക്കും, ഓക്കെ, എന്തായാലും ഈ ഒരു കേസിൽ നിന്നും വിഡ്രോ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ച് അടുത്ത ദിവസം കോടതിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് എതിരായിട്ട് വാദിക്കുന്ന ആ ഒരു വക്കീലുണ്ടല്ലോ, ആ ഒരാള് ഹീറോയുടെ അടുത്തേക്ക് വരാണ്. അത് വേറെ ആരുമല്ല, ഇന്നലെ ഇവര് റെസ്റ്റോറന്റിന്റെ വെളിയിൽ വെച്ചിട്ട് ഒരു വക്കീലിനെ കണ്ടല്ലോ, ആ ഒരാൾ തന്നെയാണ്. അങ്ങനെ ആ ഒരു സീനിയർ വക്കീലായാലും ഹീറോയെ കണ്ടിട്ട് ആദ്യത്തെ കേസ് അതും എനിക്കെതിരെ, ഓക്കെ, നല്ലതുപോലെ തന്നെ വരട്ടെ എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ ഹീറോ പറയും, സോറി സാർ, എനിക്ക് ഈ ഒരു കേസ് എടുക്കാൻ കഴിയത്തില്ല, ഞാനിത് വിഡ്രോ ചെയ്യാൻ പോവാണ്, കാരണം അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കും അറിയാലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു വക്കീല് നമ്മുടെ ഹീറോയെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട്, ഏയ് നീ എന്തായി പറയുന്നത്, ജീവിതത്തിലെ ആദ്യത്തെ കേസ്, അതും കോടതിയിൽ വന്ന് നല്ലതുപോലെ അത് വാദിക്കാനുള്ളത്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതുകൊണ്ട് ഈ ഒരു കേസിനെ പറ്റി പഠിച്ചിട്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇത് വാദിക്കാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞ് ഹീറോ എടുക്കുന്ന ആ ഒരു തീരുമാനം ഇപ്പോൾ മാറ്റിവിടുന്നു. ഓക്കെ, എന്തായാലും ഗവൺമെന്റ് തന്നെ വിശ്വസിച്ച് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും നല്ലതുപോലെ വാദിക്കണം എന്നുള്ള രീതിയിൽ ഹീറോ എന്തായാലും ഈ ഒരു കേസ് വാദിക്കാൻ തന്നെ തീരുമാനമെടുത്ത് അത് കഴിഞ്ഞ് ഹാൻസ് മേയറുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് കാണാൻ വേണ്ടി മോർച്ചറിയിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് എങ്ങനെയാണ് കൊലയാളി കൊല നടത്തിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ തോക്ക് വെച്ച് 3 തവണ തലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷൂസ് വെച്ച് മുഖത്ത് ഒരുപാട് തവണ ചവിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കാണുമ്പോഴത്തേക്ക് അയാളുടെ ഷൂ ആകെ ചതഞ്ഞിരിക്കുന്നത് കാണുമല്ലോ, അതങ്ങനെ ചെയ്തതുകൊണ്ടാണ്. അതുമല്ലാതെ മറ്റൊരു കാര്യം, തന്നെ കൊല്ലാൻ വന്ന ആൾക്കെതിരെ ഒരു രീതിയിലുള്ള കയ്യേറ്റത്തിനും ഹാൻസ് മേയർ ശ്രമിച്ചിട്ടില്ല. അത് അയാളുടെ ശരീരം കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ ഇപ്പൊ ചിന്തിക്കുന്നതെല്ലാം കുട്ടിക്കാലം മുതൽ ഇയാളോടൊപ്പം ജീവിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതിനെ പറ്റിയെല്ലാം ചിന്തിക്കുന്നത്. കാരണം തന്നെ എടുത്തു വളർത്തി ഈ ഒരു നിലയിലാക്കിയത് ഇയാളാണ്, ഹാൻസ് മേയർ ആണ്. അപ്പൊ അയാൾക്കെതിരായിട്ടാണ് വാദിക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഹീറോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പൊ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ വീട്ടിൽ എങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു, അയാളുടെ കൊച്ചുമാനായിട്ടുള്ള ഫിലിപ്പിനോടൊപ്പമാണ് ഹാൻസ് മേയർ ഹീറോയെ വളർത്തിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് കേട്ടിട്ട് ഇപ്പോ ഈ ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊന്നും ഹീറോയെ കൊണ്ട് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും ഹീറോയുടെ കൂടെയുള്ള ആ ഒരു മേയർ ഇവർ ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ ഹീറോയോട് പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നത് വെച്ചിട്ട് കൊലയാളി മേയറിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം മുട്ടുകുത്തിയാണ് ഇരുന്നിട്ടുള്ളത്. അങ്ങനെ തലയിലേക്ക് 3 തവണ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് താഴെ വീണ മേയറിന്റെ മുഖത്തേക്ക് ഷൂസ് ഉപയോഗിച്ച് അവൻ ചവിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബോഡി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി എന്താണെന്ന് നീ തന്നെ കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് ആ ഒരു കൗൺസിലർ അവിടെ നിന്നങ്ങ് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ കൂളിനിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അയാൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരക്ഷരം പോലും മിണ്ടാതെ ഹീറോയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ കൊല ചെയ്യാനായിട്ടുള്ള ആ ഒരു കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും നിങ്ങൾ തന്നെയാണ് കൊല ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. കൊല ചെയ്യാനുള്ള ആ ഒരു കാരണം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ അതെങ്കിലും കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടി ഒരു കടയിലേക്ക് ചെന്നിട്ട് ഒരു ആപ്പിൾ മോഷ്ടിക്കുന്നു. ഇപ്പൊ ചുറ്റുമുള്ളവര് ആദ്യം ദേഷ്യത്തോടെ ആയിരിക്കും ആ ഒരു കുട്ടിയോട് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അവനൊരു കാരണമുണ്ട്, 2 ദിവസമായിട്ട് അവനൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവൻ ആ ഒരു ആപ്പിൾ മോഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അവരോട് പെരുമാറുന്ന രീതി തന്നെ മാറും. അതുപോലെയാണ് ഈ ഒരു കേസിലും നിനക്ക് അയാളെ കൊല്ലാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഗണിച്ച് നിന്റെ ശിക്ഷാ കാലാവധിയും കുറയും. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്ന ഹീറോ ആണെങ്കിലും മേയറും കോളിനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി പല രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയുള്ള ഒരു വിവരം ഹീറോയ്ക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഹാൻസ് മേയറുടെ ഫ്യൂണറൽ നടക്കാണ്. എന്തായാലും തന്നെ എടുത്തു വളർത്തിയ തന്റെ വളർത്തച്ഛനാണ്, അതുകൊണ്ട് എന്തായാലും കാണാൻ പോണം എന്നുള്ള രീതിയിൽ ഹീറോ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്.
അങ്ങനെ വീടിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ജോനയുണ്ട്. അതുമല്ല ഹാൻസ് മേയറുടെ ഭാര്യയാണെങ്കിലോ ഹീറോയെ കണ്ടുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവന് ഫുഡെല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഹീറോ ആയാലും പതിയെ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹീറോയെ ആദ്യമായിട്ട് മേയർ ഈ ഒരു വീടിനകത്തേക്ക് കൊണ്ടുവരുമല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴേക്കാണ് ജോൻ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നീയാണ് മുത്തച്ഛനെതിരെ വാദിക്കാൻ പോകുന്നത് എന്ന് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആഹാരം എടുത്ത് നിന്റെ മുഖത്തേക്ക് എറിയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്യൂണറൽ സമയത്ത് ജോനാണെങ്കിലും മേയറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ മുത്തച്ഛൻ അങ്ങനെയായിരുന്നു, നല്ലൊരാളായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ വിഷമം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു കല്ലറയുടെ മുന്നിൽ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും ഹീറോ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കുട്ടിക്കാലത്ത് തന്നെ ഹീറോ ഇവിടേക്ക് വന്നിട്ട് മേയറിനോടൊപ്പമാണ് പിന്നീട് സെറ്റിൽ ആവുന്നത്. അതുമല്ല മേയറിന്റെ കൊച്ചുമാനായിട്ടുള്ള ഫിലിപ്പും നമ്മുടെ ഹീറോ ആണല്ലോ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വാടുന്നത്. അതുമല്ല ജോനയാണെങ്കിലേ വെളിരാജ്യത്ത് പഠിക്കുമായിരുന്നു. ഇവര് ടീനേജർ ആ ഒരു പ്രായത്തിലാണ് ജോന അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതിനുശേഷം ഹീറോയും ജോനയും തമ്മിൽ നല്ല രീതിയിൽ അടുത്തിട്ട് ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഇവർ രണ്ടുപേരും നല്ലതുപോലെ തന്നെ അടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, ആ ഒരു കൊച്ചുമാനായിട്ടുള്ള ഫിലിപ്പ് എവിടെയാണെന്ന്. അതിനൊരു കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഫിലിപ്പും ഫിലിപ്പിന്റെ അച്ഛനും അമ്മയും കാറിൽ പോകുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റി അതിൽ തന്നെ 3 പേര് മരണപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസന്റില് ഫിലിപ്പ് ഇല്ലാത്തത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ച് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്യൂണറലിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അവന്റെ അച്ഛനെ വിളിച്ച് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഹീറോയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ തന്നെ അവന്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഹീറോ ചോദിക്കാല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും നിന്നെ എടുത്തു വളർത്തി ഇത്രയും വലിയൊരു നിലയിലാക്കിയതല്ലേ അദ്ദേഹം, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോവാന്നും പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു കേസ് ഹീറോയിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുമല്ല ഹീറോ ആണെങ്കിൽ താമസിച്ചാണ് വന്നിട്ടുള്ളത്. ഹീറോയുടെ സുഹൃത്ത് ചോദിക്കും, അല്ല നീ എത്ര ലേറ്റായി എന്തിനാ ചോദിക്കുമ്പോൾ, ഇല്ലില്ല ഞാൻ കാറിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യായിരുന്നു, ഇവിടെ ഇത്രയും വലിയൊരു കേസ് കിടക്കുന്നു, അപ്പോഴാണ് നിന്റെ കാറ്, ശരി ബാ അകത്തേക്ക് വാന്ന് പറയുമ്പോൾ ഒരുപാട് റിപ്പോർട്ടേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം കണ്ട് ഹീറോ നേരെ കോടതിക്കകത്തേക്ക് കയറുന്നതും ഇപ്പോൾ എതിർഭാഗം വക്കീലുണ്ടല്ലോ, ആ ഒരു സീനിയർ വക്കീല്, അയാൾ എന്തായാലും നമുക്കിനി സീനിയർ വക്കീലെന്ന് പറയാം. സീനിയർ വക്കീലായാലും അയാൾ കണ്ടുപിടിച്ച ആ ഒരു തെളിവുകളും കാര്യങ്ങളെല്ലാം വരിയായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. കോളിനെ ഓഫീസിൽ വെച്ച് കണ്ട ആ ഒരു റിസപ്ഷനിസ്റ്റ് പെണ്ണ്, അതേപോലെ തന്നെ മേയറിന്റെ ശരീരം പരിശോധിച്ച ആ ഒരു ഡോക്ടർ, പിന്നീട് പോലീസ്, ഇങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ സാക്ഷി മൊഴികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുമല്ല കില്ലർ യൂസ് ചെയ്തിരുന്ന ആ ഒരു തോക്ക്, അതിൽ ഫിംഗർ പ്രിന്റ് കോളിനിയുടെ തന്നെയാണ് എന്നെല്ലാം നമ്മുടെ ഈ ഒരു സീനിയർ വക്കീൽ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ കോളിനി വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഹീറോയ്ക്ക് എന്തേലും ഒന്ന് സംസാരിക്കാൻ കഴിയൂ. പക്ഷേ അവനൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഈ ഒരു ഹിയറിംഗിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു ജഡ്ജിമാർക്ക് എല്ലാവർക്കും ഹീറോയെ നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് അവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഹീറോ പറയുമെന്ന്. അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്, കാരണം ആദ്യത്തെ കേസാണല്ലോ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ആ ഒരു ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ജയിലിലേക്ക് ചെന്ന് കോളിനെ കണ്ടിട്ടാണ് പറയുന്നത്, ഓക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ വാ തുറക്കത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, മരിച്ചുപോയ ഹാൻസ് മേയർ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ഒരാളുടെ എതിരായിട്ടാണ് ഞാൻ നിന്ന് അത് നിനക്ക് വേണ്ടി വാദിക്കുന്നത്. എന്നിട്ടും നീ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, ഈ ഒരു കേസ് ഞാൻ വിടാണ് എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇത്രയും നേരം മിണ്ടാത്ത കോളിനി പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടോ? അപ്പോൾ ഹീറോ തിരിഞ്ഞു നിന്നിട്ട് അതെ ജീവനോടെ ഉണ്ട്. അപ്പോൾ കോളിനി പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ അദ്ദേഹത്തെ വല്ലപ്പോഴെങ്കിലും കാണാറുണ്ടോ? അങ്ങനെ കാണാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്ക്, കാരണം വയസ്സായിട്ടുള്ള ആളുകൾ ഇനിയും അധികകാലം ജീവിച്ചിരിക്കണമെന്നില്ല എന്നുള്ള കാര്യം പറയുന്നതും ഓക്കെ, ഒരു വിധത്തിൽ ഇവൻ എങ്ങനെയായാലും വാ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോ മുന്നിലേക്ക് ചെന്നിരുന്നിട്ട് ഓക്കെ എന്തിനാ നിങ്ങൾ ഹാൻസ് മേയറെ കൊന്നത് എന്നുള്ള ആ ഒരു കാരണം കൂടി പറയുമ്പോൾ അത് പറഞ്ഞിട്ടും ഒന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ കാരണം നീ ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിൽ വെറുതെ ചെന്ന് പെടണ്ട, അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്കിക്കോ എന്നുള്ള രീതിയിൽ ആ ഒരു കാരണം പറയാതെ കോളിനി വീണ്ടും എഴുന്നേറ്റ് അങ്ങ് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഹീറോ രാത്രിയിൽ തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് കാർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതുമല്ല വെളിയിലാണെങ്കിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഹീറോ ആകെ ദേഷ്യം കാണണം, ഓരോ പ്രശ്നമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് അടുത്തൊരു പിസ്സ ഷോപ്പുണ്ട്, അവിടേക്ക് ചെന്നിട്ടാണ് ഇതുപോലെ എനിക്കൊരു പിസ്സ ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് ഒന്ന് ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിസ്സ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഡെലിവറി ഗേളായിട്ടുള്ള നീന എന്ന് പറഞ്ഞൊരു പെണ്ണിരിപ്പുണ്ട്. അപ്പോൾ അവളാണെങ്കിലും അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഹീറോ അവൻ്റെ അഡ്രസ്സ് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടാണ് അവരോട് പറയുന്നത്, ശരി ഇതും കൊണ്ട് പോകുന്ന വഴിക്ക് എന്നെയും കൂടി ഒന്ന് ആ ഒരു അഡ്രസ്സിലേക്ക് ആക്കി തരുമോ? ആ ഒരു സംവിധാനം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, ഏയ് പ്ലീസ് എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, എനിക്ക് വേറെ വഴിയില്ല വീട്ടിലേക്ക് പോകാനായിട്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഓക്കെ ശരി, ഓരോന്ന് വന്ന് കയറിക്കൊള്ളും രാത്രിയിൽ.
എന്ന് പറഞ്ഞ് ഹീറോയെ കൊണ്ടിപ്പോ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. ആ ഒരു സമയത്താണ് നീന എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിന്, ഇപ്പൊ ഇവരുള്ളത് ജർമ്മനിയിലാണ്, ഇവൾക്ക് ഇറ്റാലിയൻ പിന്നെ ഫ്രഞ്ച് ഇങ്ങനെ പല ഭാഷകളും അറിയാം എന്നുള്ള കാര്യം അവൻ മനസ്സിലാകും. അങ്ങനെ ഹീറോയെ നേരെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ സീനിയർ ലോയർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഹീറോയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരിടത്തേക്ക് കൊണ്ടുപോകും ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സീനിയർ പറയുന്നത്, ഓക്കെ, ഈ ഒരു കേസിൽ നീ ആ ഒരു കുറ്റവാളിക്ക് ഒരു കുറഞ്ഞ ശിക്ഷാ കാലാവധി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, നീ അറിയപ്പെടുന്നൊരു വക്കീലാവും. അതിന് ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ആ ഒരു കുറ്റവാളിയെ കോളിനിയെ കൊണ്ട് താൻ സ്വയം ഈ ഒരു കൊല നടത്തുമായിരുന്നു എന്ന് കൺഫേസ് ചെയ്യിച്ചാൽ മാത്രം മതി. പിന്നീട് നമുക്ക് ജഡ്ജിയോട് സംസാരിച്ച് അവന്റെ ശിക്ഷാ കാലാവധി ഒന്ന് കുറയ്ക്കാം. ഇതിൽ നിനക്ക് നല്ലതായിരിക്കും. അതുമല്ല, എന്നെ എതിർത്ത് നീ ജയിച്ചെന്നുള്ള രീതിയിൽ അത് നിനക്ക് നല്ലൊരു ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സീനിയർ വക്കീല് നമ്മുടെ ഹീറോയെ ഇനി ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? കാരണം വേറെ ഒന്നല്ല, ഇത്രയും വലിയൊരു കേസിൽ ഹീറോയെ എതിർത്ത് ആ ഒരു വക്കീല് ജയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ ഒരു വക്കീല് ഈ ഒരു രീതിയിൽ നമ്മുടെ ഹീറോയെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ട ഹീറോയ്ക്കാണെങ്കിലും അത് നല്ലതായിട്ട് തോന്നിയിട്ട് നേരെ ചെന്ന് കോളിനിയോട് ഈ ഒരു കാര്യം പറയും. ഇതുപോലെ നീ ഇങ്ങനെ കൺഫെഷൻ നടത്തി കഴിഞ്ഞാൽ ശിക്ഷാ കാലാവധി എങ്കിലും കുറയും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾ ഇപ്പോഴും വാ തുറന്ന് അധികം അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി കില്ലറായിട്ടുള്ള കോളിന് യൂസ് ചെയ്ത തോക്കിനെ പറ്റി ഇങ്ങനെ പറയാണ്. സത്യത്തിൽ കില്ലർ ഉപയോഗിച്ച ആ ഒരു തോക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു തോക്കാണ്, പഴയ കാലത്തെ കണ്ട് യൂസ് ചെയ്തത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ബ്ലാക്ക് മാർക്കറ്റിൽ വല്ലതും അന്വേഷിച്ചു കഴിഞ്ഞാലേ ഇതുപോലുള്ളൊരു തോക്ക് തന്നെ കിട്ടത്തുള്ളൂ. അതുമല്ല, ഈ ഒരു തോക്ക് ഉപയോഗിച്ച് കൊല ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള ഒരു കാര്യമാണ്. ഈസി ആയിട്ട് കൊല്ലാൻ കഴിയുന്ന ഒരുപാട് തോക്കുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൊലയാളി ഈ ഒരു തോക്ക് തന്നെ യൂസ് ചെയ്തത് എന്നറിയത്തില്ല. ഇതിനെല്ലാം ഉത്തരം കോളിന് തന്നെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കറിയാൻ കഴിയത്തുള്ളൂ എന്ന് ആ ഒരു ഫോറൻസിക് ലേഡി പറയുന്നതും ഇതെല്ലാം കേട്ട ഹീറോയ്ക്കാണെങ്കിലും ചെറിയൊരു സംശയം തോന്നി. പെട്ടെന്ന് തിരിഞ്ഞ് കോളിനെ ഇങ്ങനെ നോക്കാണ്, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു തോക്ക് അവൻ ഉപയോഗിച്ചതെന്ന്. അങ്ങനെ ഈ ഒരു ഹീറോയിങ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു ഫോറൻസിക് ലേഡി ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് ചെന്ന് ഈ ഒരു തോക്കിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി ഹീറോ നേരെ ജോനിയെ കാണാനായിട്ട് പോവാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ ഇവർ രണ്ടുപേരും ഈ ഒരു കേസിനെ പറ്റിയെല്ലാം സംസാരിക്കും. അപ്പോഴും ജോന പറയുന്നത് തന്റെ മുത്തശ്ശനെതിരായിട്ട് ഈ ഒരു കേസ് നീ വാദിക്കരുത്, കാരണം അദ്ദേഹത്തിന്റെ വില, സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു പ്രശസ്തി, ഇതെല്ലാം അറിയാലോ, അതെല്ലാം നശിക്കപ്പെടും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്ന ഒരേ ഒരു കാര്യം, ജോന, ഞാൻ ഒരു വക്കീലാണ്, ഈ ഒരു കേസ് എടുത്ത് അത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് വായിച്ചേ പറ്റൂ. ഒരു ഡോക്ടറിന് തന്റെ പേഷ്യൻസിലെ കുറ്റവാളി, നല്ലവൻ അങ്ങനെയൊന്നുമില്ല, ആരായാലും രക്ഷിച്ചല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ എന്നെല്ലാം പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഇവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. കാരണം അറിയാലോ, ഇവർ കുട്ടിക്കാലത്ത് തന്നെ ആ ഒരു രീതിയിൽ അടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയാകുമ്പോഴത്തേക്കും ഹീറോ പതിയെ എഴുന്നേറ്റ് ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ ഒരു ക്യാമറയുണ്ട്, ആ ഒരു ക്യാമറ എടുത്ത് നേരെ ഈ ഒരു വീട്ടിലൊരു വലിയ ലൈബ്രറി ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ നടന്നു ചെല്ലും. ആ ഒരു ലൈബ്രറിക്കകത്ത് മേയർ ഒരു തോക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു തോക്ക് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോയും അകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു തോക്ക് പതിയെ പുറത്തേക്ക് എടുത്ത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കൂളിനി ഹാൻസ് മേയറിനെ കൊല്ലാൻ ഉപയോഗിച്ച അതേ തോക്ക് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു തോക്കിന്റെ ഫോട്ടോ ഹീറോ അങ്ങ് എടുക്കും. അപ്പൊ ഈ ഒരു മോഡൽ തോക്ക് ഉപയോഗിച്ച് തന്നെയാണ് കൂളിനി ഹാൻസ് മേയറിനെ കൊന്നിട്ടുള്ളത്. അതേസമയം ഈ ഒരു ശബ്ദം കേട്ട് ജോനാണെങ്കിലും പതിയെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കോടതിയിലെ അടുത്ത ആ ഒരു ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഹീറോ നേരെ കൂളിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ഈ ഒരു തോക്കിന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്, ദേ ഇതുപോലൊരു തോക്ക് നീ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവന്റെ മുഖത്തിന്റെ ഭാവം എല്ലാം മാറുന്നുണ്ട്. പക്ഷെ മറുപടിയൊന്നും പറയുന്നില്ല. എന്നിട്ട് ഹീറോയോട് പറയും, നടന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ സത്യം പറഞ്ഞാലും ഒന്നും മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ നിന്റെ ജോലി മാത്രം നോക്ക് എന്നുള്ള രീതിയിൽ കൂളിനി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ ഒരു ത്യാഗം ചെയ്തതുപോലെ. പക്ഷെ എന്നിരുന്നാലും ഹീറോ അവസാനം വരെയും, കൂളിനി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുവാ തുറന്ന്, എന്നാലും എനിക്ക് ഒരു കേസ് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അതുമല്ല, അതിനു മുന്നേ തന്നെ ജഡ്ജിമാരെല്ലാം അകത്തേക്ക് വരുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ കൂളിനിയോട് അധികം നേരം സംസാരിക്കാനും കഴിയത്തില്ല. അങ്ങനെ വെളിയിലേക്ക് വന്നിരുന്നിട്ട് ഇപ്പോൾ ഈ ഒരു ജഡ്ജിമാരെല്ലാം കൂളിനി തന്നെയാണ് കൊലയാളി എന്നുള്ള രീതിയിൽ ആ ഒരു ശിക്ഷ നടപ്പിലാക്കാനായിട്ട് വരുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് അവരോട് പറയും, പ്ലീസ് മാഡം, എനിക്ക് ഈ ഒരു കേസ് ഒരാഴ്ച കൂടി ഒന്ന് നീട്ടിത്തരണം എന്ന് പറയുമ്പോൾ ഇത് കേട്ട ജഡ്ജിയാണെങ്കിലും ഓക്കെ, നിങ്ങളോട് എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് കോടതി ഇപ്പോൾ പിരിച്ചുവിടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും സീനിയർ വക്കീലുണ്ടല്ലോ, രണ്ടുപേരും നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ ആ ഒരു ജഡ്ജി സീനിയർ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തായത്, നിങ്ങൾ ഇവന് കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു, പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം, അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു,
പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ, അല്ല കാസ്പർ, എന്തു പറ്റി? കേസ് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാണോ? ഇല്ല മേഡം, അതല്ല. കോളിനി എന്തുകൊണ്ടാണ് മേയറിനെ കൊന്നത് എന്നതിനുള്ള ഒരു കാരണത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് സമയം വേണമെന്ന് പറയുമ്പോൾ, ഒരാഴ്ചയൊന്നും തരാൻ കഴിയത്തില്ല, ഒരു 4 ദിവസം തരാം. അതിനുള്ളിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പറയുന്നത് ഹീറോ ഓക്കെ പറഞ്ഞിട്ട് വെളിയിലേക്ക് പോവും. ഇപ്പൊ ഇതെല്ലാം കണ്ട സീനിയർ വക്കീലിനാണെങ്കിലും എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം നിസ്സാരമായിട്ട് കണ്ടുവരുത്തൻ ഇപ്പൊ ഈ ഒരു കേസിന്റെ തുമ്പും പിടിച്ച് പോകുന്നെന്ന് പറയുമ്പോൾ, അങ്ങനെ കോടതിയിൽ നിന്നിറങ്ങി ഹീറോ നേരെ വരുന്നത് ആ ഒരു പിസ്സ ഷോപ്പ് ഉണ്ടല്ലോ അവിടേക്കാണ്. വേറെ ഒന്നുമല്ല, നീനയെ കാണാൻ വേണ്ടി. കാരണം അവൾക്ക് ആൾറെഡി തന്നെ ഒരുപാട് ഭാഷകൾ അറിയാന്ന് പറഞ്ഞു. അതിന്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് അവളെ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഇതുപോലെ എനിക്കൊരു ട്രാൻസ്ലേറ്ററിനെ ആവശ്യമുണ്ട്, നീ എന്നോടൊപ്പം ജോലി ചെയ്യുന്നോ? നിനക്ക് ഒരു ദിവസം ഇത്ര രൂപ തരാമെന്നെല്ലാം പറഞ്ഞ് അവളെയും കൂട്ടി അടുത്ത ദിവസം തന്നെ ഹീറോ നേരെ തന്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഒരു ഫെഡറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൾ ചെയ്തിട്ട് നമ്മുടെ ഹാൻസ് മേയർ ഉണ്ടല്ലോ, ഹാൻസ് മേയറിനെ പറ്റിയുള്ള ചരിത്ര കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അതൊരു 1500ഓളം പേജുള്ള ഒരു വലിയ ബുക്കാണെന്നും അതുകൊണ്ട് ഫാക്ട്സ് ആയിട്ട് ഇത് അയച്ചു തരാൻ കഴിയത്തില്ല, നേരിട്ട് ചെന്ന് വായിച്ചു കഴിഞ്ഞാലേ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, നേരിട്ട് ചെന്ന് വായിക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അത്രയും പേജ് വായിച്ച് തീരുമ്പോൾ തന്നെ ഏകദേശം കുറേ ദിവസമാവും. അതുമല്ല ഹീറോയ്ക്കാണെങ്കിൽ ആ ഒരു ഭാഷ അറിയത്തുമില്ല. അതിനുവേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറോ നേരെ അവൻ്റെ അച്ഛനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഇപ്പോൾ ഹീറോയുടെ അച്ഛനെ കാണാൻ വരാനായിട്ട്, കാരണം ഒരുപക്ഷെ ആ ഒരു കില്ലർ പറഞ്ഞതുപോലെ നിന്റെ അച്ഛനെ ഒരു തവണയെങ്കിലും പോയി കാണ്, ആ ഒരു കാരണം കൊണ്ടാണോ ഇനി കേസിന്റെ ഭാഗമായിട്ട് തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അറിയത്തില്ല. ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അച്ഛൻ ഒരു ബുക്ക് സ്റ്റാളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റീഡറാണ്. അതുകൊണ്ട് തന്നെ ഹാൻസ് മേയറിനെ പറ്റിയുള്ള 1500ഓളം പേജുള്ള ആ ഒരു ബുക്ക് വായിച്ച് അത് 3 ദിവസം കൊണ്ട് വായിച്ച് തീർത്ത് ഷോർട്ടായിട്ട് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹീറോ അവൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നീനയെ കൂട്ടി നേരെ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഇറ്റലിയിലേക്കാണ്. കാരണം കൂളിൻ ജനിച്ചു വളർന്നത് ഇറ്റലിയിലാണ്. അങ്ങനെ നമ്മുടെ കൂളിൻ ജനിച്ച ആ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവനെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് കൂളിന്റെ സഹോദരി 2 മാസങ്ങൾക്ക് മുന്നെയാണ് മരിച്ചുപോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും. ഇപ്പൊ ആ ഒരു സഹോദരിയുടെ കല്ലറയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ബാക്കി 2 പേരുടെ പേരും കൂടി എഴുതിയിട്ടുണ്ട്. ഒന്ന് കില്ലറിന്റെ അച്ഛൻ 1944 മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് കില്ലറിന്റെ അമ്മയും കുറെ വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയി. ഇപ്പോ കില്ലറിന്റെ സഹോദരിയും. ഇങ്ങനെ 3 പേരുടെ പേര് അവിടുത്തെ ആ ഒരു കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രാമത്തില് കില്ലറായിട്ടുള്ള കോളിനുണ്ടല്ലോ, അവന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ട്. ആ ഒരു കാര്യം ഹീറോ മനസ്സിലാക്കി ആ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതുപോലെ കൂളിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവനിപ്പോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. ഹാൻസ് മേയർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും ഈ ഒരു ഫ്രണ്ടിന്റെ മുഖവും പെട്ടെന്നങ്ങ് മാറാൻ തുടങ്ങും. അതനുസരിച്ച് എന്തോ ഒരു കാര്യം അയാൾ ഹീറോയോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഇറ്റാലിയിൽ നിന്നും ഹീറോ നേരെ തിരിച്ച് ജർമ്മനിയിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ നിന്ന് വന്നിട്ട് നേരെ പോകുന്നത് നമ്മുടെ കൂളിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക്. എന്നിട്ടാണ് കൂളിനോട് പറയുന്നത്, ഓക്കെ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ജൂൺ 19, 1944 അന്ന് നടന്നൊരു സംഭവം, അതാണ് നീ ഹാൻസ് മേയറിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു കാരണം. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായാലും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂളിനെ സമാധാനിപ്പിച്ച് ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് 1944 എന്താണ് നടന്നത് എന്നുള്ള കാര്യം ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കുകയാണ്. ആ ഒരു സമയത്താണ് 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ആ ഒരു സമയം. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം വായിക്കുന്ന സമയത്താണ് ഇവിടേക്ക് ആ ഒരു സീനിയർ വക്കീലുണ്ടല്ലോ, അയാൾ ഇപ്പോൾ കയറി വരുന്നത്. ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയായിരുന്നു, ഹീറോയെ വെച്ച് ഇയാൾക്ക് ജയിക്കണം. പക്ഷെ ആ ഒരു ഉദ്ദേശം ഇനി ഇപ്പൊ നടക്കത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വക്കീൽ ഇവിടേക്ക് വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഹീറോയെ ഈ ഒരു കേസിൽ നിന്നും മാറ്റിയിട്ട് അവനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് വന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഹീറോ എന്തായാലും അതിൽ നിന്നും പിന്മാറുന്ന ലക്ഷണമില്ല. അങ്ങനെ ആ ഒരു വക്കീലായാലും അവിടെ നിന്ന് പോകുന്നതും. അത് കഴിഞ്ഞിപ്പോ ജോന ഉണ്ടല്ലോ, അവള് ഹീറോയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അപ്പൊ ആ ഒരു സീനിയർ വക്കീൽ പറഞ്ഞിട്ടാണോ നീ എന്നെ കാണാൻ വന്നിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവളായാലും, അതുകൊണ്ടെന്നല്ല, എന്റെ മുത്തശ്ശനെ പറ്റി നിനക്ക് നല്ലതുപോലെ അറിയാം. ആ ഒരു വീട്ടിൽ വന്നിട്ട് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത കാര്യം അതെല്ലാം ഞാൻ മനസ്സിലാക്കി. അതുമല്ല, എന്റെ മുത്തശ്ശനെ നിന്നെ എടുത്ത് വളർത്തിയില്ലാന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിൽക്കേണ്ടവനായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയോട് ദേഷ്യപ്പെട്ട് ജോൻ അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അപ്പൊ അവള് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഹീറോയെ എടുത്തു വളർത്തി ഇത്രയും വലിയൊരു നിലയിലേക്ക് ആക്കിയ ഒരാള്, അതാണ് ഹാൻസ് മേയർ. പക്ഷെ അയാളെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഹീറോ തിരിച്ചു വാദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ ആ ഒരു കോടതിയിൽ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ഹിയറിംഗിൽ നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ഗവൺമെന്റ് സ്റ്റാഫായിട്ടുള്ള ലേഡിയെ കൊണ്ടുവന്നിട്ട് 1944 ഹാൻസ് മേയർ അയാൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് 2ാം ലോക യുദ്ധം നടക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു. 1944 മുതൽ 49 വരെ
ഇറ്റലി ജർമ്മനിയുടെ കൺട്രോളിലായിരുന്നു. അതുമല്ല 1943 ഇറ്റാലിയിലെ ക്യാമ്പിംഗ് ചെയ്തിരുന്ന ജർമ്മൻ സൈന്യത്തിന്റെ പ്രധാന തലവനായിരുന്നു ഹാൻസ് മേയർ. ഹാൻസ് മേയർ അയാളുടെ മുഴുവൻ പേരും യൂസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് അയാള് ആർമിയിൽ ഉണ്ടായിരുന്നെന്നുള്ള ആ ഒരു കാര്യം ആർക്കും അറിയാതെ പോയത്. ആ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഹീറോ പറയുന്ന സമയം വരെയും ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഹാൻസ് മേയർ ജർമ്മൻ ആർമിയിൽ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം ആ ഒരു സത്യം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞുവിടും. എന്നിട്ടാണ് ഈ ഒരു ജഡ്ജിമാരോട് പറയുന്നത്, എനിക്ക് ഇനി ഒരു സാക്ഷിയും കൂടിയുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ കോളിന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പൻ, ആ ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചു വരുന്നു. അപ്പൊ ആ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ തന്നെ കോളിൽ നല്ലതുപോലെ അവന്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഹീറോ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇപ്പൊ ഈ ഒരു ഫ്രണ്ട് വരുന്നെന്നുള്ള ഒരു കാര്യം ഹീറോ നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എതിർഭാഗം വക്കീല് ഇതിന് സമ്മതിക്കത്തില്ല. അപ്പൊ ആ ഒരു ജഡ്ജായാലും പറയും, ഇങ്ങനെ പെട്ടെന്ന് ഓരോരുത്തരെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അതൊന്നും നടക്കുന്ന കാര്യമല്ല, അത് നിയമത്തിൽ ഇല്ലാന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, മേഡം അവര് അത്രയും വയസ്സായിട്ടുള്ള ഒരാളാണ്, പിന്നെ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്, അദ്ദേഹം വരുന്ന സമയം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇൻഫോം ചെയ്യാനായിട്ട് കഴിയാഞ്ഞത്, അതുകൊണ്ട് ഈ ഒരു തവണ മാത്രം എനിക്കൊന്ന് പെർമിഷൻ തരണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു ജഡ്ജി ആയാലും അതിന് സമ്മതിക്കും. ഈ ഒരു ഒറ്റ തവണത്തേക്ക് മാത്രമെന്നും പറഞ്ഞ് ഇപ്പൊ ആ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള അപ്പൂപ്പനെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ ഒരു ഫ്രണ്ട് അപ്പൂപ്പനായാലും നേരെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് അപ്പൂപ്പന്റെ പേര്, വയസ്സ്, ജനിച്ചത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ അപ്പൂപ്പൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ അച്ഛൻ ജർമ്മനിയുടെ ഒരു കയ്യാളായിരുന്നു. അതുമല്ല ഈ ഒരു യുദ്ധം കഴിഞ്ഞ് 1945 ജർമ്മനി ഇറ്റലിയിൽ നിന്നും പോയതിനു ശേഷം ഇറ്റാലിയൻ ഗവൺമെന്റ് എന്റെ അച്ഛന് മരണശിക്ഷ കൊടുക്കുമായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ജർമ്മനിയുടെ ഒരു സഹായിയായിട്ടിരുന്നത് കൊണ്ടാണ് ഈ ഫ്രണ്ട് അപ്പൂപ്പന്റെ അച്ഛനെ ഇറ്റാലിയൻ ഗവൺമെന്റ് മരണശിക്ഷ കൊടുത്തത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, സാർ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയുമ്പോൾ അപ്പൂപ്പനായാലും അതുപോലെ തന്നെ പറയാൻ തുടങ്ങാണ്. 1944 ജർമ്മനി ഇറ്റാലിയിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ആ ഒരു സമയം ജർമ്മൻ സൈന്യത്തിനാണെങ്കിൽ ഇറ്റാലിയൻ ഭാഷ അറിയത്തില്ല. അതിനുവേണ്ടി ഇറ്റാലിയിൽ നിന്ന് തന്നെ ഒരു ട്രാൻസ്ലേറ്ററിനെ ജർമ്മൻ സൈന്യം ജോലിക്കെടുത്തു. അപ്പൊ ആ ഒരു ട്രാൻസ്ലേറ്ററാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള അപ്പൂപ്പന്റെ അച്ഛൻ. അപ്പൊ അയാൾക്കാണെങ്കിലും ഒരുപാട് ഭാഷകൾ ഇങ്ങനെ അറിയാം. അപ്പൊ ആ ഒരാളെ ഈ ട്രാൻസ്ലേറ്റർ ആയിട്ട് ജർമ്മൻ സൈന്യത്തിന്റെ തലവനായിട്ടുള്ള ഒരാളാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തത്. അത് വേറെ ആരുമല്ല, ഹാൻസ് മേയർ ആണ്. ഇപ്പൊ ഇവരുടെ നാട് ജർമ്മനിയുടെ കൺട്രോളിലായതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ലേറ്ററിനായാലും എതിർപ്പൊന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ കുറെ കാലം ജർമ്മനിക്ക് വേണ്ടിയിട്ട് അയാൾ ജോലിയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ജർമ്മൻ പടക്കെതിരായിട്ട് കുറെ പേര് എന്തോ ബോംബാക്രമണം എല്ലാം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇറ്റാലിയിൽ ചെന്നിട്ട് അവരെ അടിമപ്പെടുത്തി അവരെ ഭരിക്കുന്നത് ഇവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റാലിയക്കാർക്ക് സഹിക്കോ? അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് തന്നെ. ഒരു വിധത്തിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിലാണെങ്കിൽ 2 ജർമ്മൻ സൈനികർ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ജർമ്മൻ സൈന്യത്തിന്റെ തലവനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹാൻസ് മേയർ ഉണ്ടല്ലോ, അവനാണെങ്കിൽ അത്രയും ദേഷ്യം. കാരണം അടിമയായിട്ടുള്ള നിങ്ങൾക്ക് ഇത്രയും ധൈര്യമാണെങ്കിൽ അടിമപ്പെടുത്തി വെച്ച് ഞങ്ങൾക്ക് എന്തോരം ദേഷ്യം ഉണ്ടാവും എന്നുള്ള ആ ഒരു ദേഷ്യത്തിലെ 2 ജർമ്മൻ സൈനികർ മരിച്ച ആ ഒരു കാരണം കൊണ്ട് 20 ഇറ്റാലിയൻ പൗരന്മാരെ കൊല ചെയ്യാനായിട്ട് തീരുമാനമെടുക്കും. അത് ചെയ്തവരെ എന്നല്ല കണ്ടുപിടിക്കുന്നത്, ഇറ്റാലിയയിലെ ഏതെങ്കിലും ഒരു സ്ഥലം സെലക്ട് ചെയ്തിട്ട് രാത്രിയിൽ ചെന്ന് വീട്ടിലുള്ള ഒരുപാട് പേരെ അടിച്ച് വെളിയിലേക്ക് ഇറക്കി ആ വീട്ടിലെ ഗ്രഹനാഥന്മാരുണ്ടല്ലോ, ആ വീട്ടിലെ ആണുങ്ങളുണ്ടല്ലോ, അവരെല്ലാവരെയും കൊണ്ടുവന്ന് ഈ ഒരു തെരുവിന് നടുവിലായിട്ട് കൊണ്ടു നിർത്തിയിട്ട് അടുത്ത ദിവസം ഇതിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്ത് കൊല്ലാം എന്നുള്ള രീതിയിലാണ് ഹാൻസ് മേയർ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു തെരുവിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ പയ്യൻ ഈ ഒരു കൂട്ടത്തിൽ ഒളിച്ചു നിൽക്കും. അപ്പോൾ ഒരു സൈനികനാണെങ്കിലും പെട്ടെന്ന് ആ ഒരു ചെറിയ പയ്യനെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മേയർ ആയാലും അടുത്തേക്ക് ചെന്നിട്ട്, ഏയ് ഒരു ചെറിയ കുട്ടി എങ്ങനെ ഉപദ്രവിക്കുന്നു, നാണമില്ലേ എന്നെല്ലാം പറഞ്ഞ് അവനെ ഒരു അടിയൊടിച്ച് പറഞ്ഞു വിട്ടിട്ട് ആ ഒരു ചെറിയ പയ്യനെ പിടിച്ചതിനെ നിർത്തും. എന്നിട്ട് മോനെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഒരു കാര്യം. ആ ഒരു ചെറിയ പയ്യൻ വേറെ ആരുമല്ല, ഇപ്പൊ കോടതിയിൽ കൊലയാളിയിട്ടിരിക്കുന്ന ഫാബ്രിസിയോ കൂളിനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കില്ലർ ഉണ്ടല്ലോ, അവൻ തന്നെയാണ് ആ ഒരു ചെറിയ പയ്യൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങള് ആ ഒരു ഫ്രണ്ടായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പൻ പറഞ്ഞു തീരുന്നതും അപ്പൂപ്പന്റെ കാര്യം കഴിഞ്ഞു. അപ്പൂപ്പനെ ഇപ്പോൾ വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കില്ലറായിട്ടുള്ള കൂളിനെ വിളിക്കുമ്പോഴത്തേക്കും കൂളിന് ഇപ്പോൾ ധൈര്യമായിട്ട് വന്ന് അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പോവാണ്. അന്ന് കുട്ടിയായിരിക്കുന്ന തന്നെ അതേപോലെ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും ചെയ്യത്തില്ലാന്ന് മേയർ പറഞ്ഞതിന് ശേഷം അവരെല്ലാവരെയും മാറ്റി നിർത്തി. പക്ഷെ അവൻ നല്ലവനാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഇപ്പൊ കുട്ടിയായിട്ടുള്ള കൂളിനോട് ചോദിക്കും, നിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ കൂളിനായാലും തന്റെ അച്ഛനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതും കൂട്ടത്തിലുണ്ടായിരുന്ന കൂളിന്റെ അച്ഛനെ പിടിച്ച് കൊല്ലാനായിട്ട് നിർത്തിയിരുന്ന 20 പേരുണ്ടല്ലോ, അവരുടെ ഇടയിലേക്ക് കൊണ്ടു നിർത്തും. അപ്പോൾ തെരഞ്ഞെടുത്ത 20 പേരും ഒരു തെറ്റും ചെയ്യാത്ത സാധാരണ ജനങ്ങളാണ്. അവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ കൂളിന്റെ അച്ഛനെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് 5-5 പേരെയായിട്ട് അവിടെ കൊണ്ട് നിർത്തി അവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊല്ലുന്നു. ആ ഒരു കൂട്ടത്തില്
ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഒരു കൂട്ടത്തിൽ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത കൂളിന്റെ അച്ഛനെയും ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും സത്യം പറയാലോ ആ ഒരു കോടതി മുഴുവനായിട്ടും നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിലാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് മരിച്ചുപോയ ഹാൻസ് മേയർ എത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നത്. ഇത് കേട്ട ജഡ്ജിക്ക് വരെ വല്ലാണ്ടായി. അപ്പോൾ ജഡ്ജി പറയും കുറച്ചു നേരത്തേക്ക് കോടതി എല്ലാവർക്കും ഒരു ഇടവേള കൊടുക്കാണ് എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി തന്നെ വെക്കും. അങ്ങനെ ഈ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ എതിർഭാഗം വക്കീലുണ്ടല്ലോ, സീനിയർ വക്കീല്, പുള്ളിക്കാരൻ എവിടെ നിന്നും പോയിന്റ് കണ്ടുപിടിച്ചൊന്നും അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ഇപ്പൊ അയാൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട പോയിന്റും ഇവരോട് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഓക്കെ, ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തത് ജർമ്മൻ സൈന്യം തന്നെയാണ്, അത് നമ്മുടെ നാട്. അതിനെല്ലാം എനിക്ക് നല്ലതുപോലെ വിഷമമുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ നിയമം ഒരു സാധാരണ പൗരൻ കയ്യിലെടുക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു കേസ് ഫയൽ ചെയ്യാമായിരുന്നു. അതനുസരിച്ച് കോടതിയും കാര്യങ്ങളെല്ലാം ഈ ഒരു കാര്യം സത്യമാണോ ഇല്ലയെന്നെല്ലാം കണ്ടുപിടിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു ശിക്ഷ എന്തായാലും ഹാൻസ് ബെയറിന് വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ പോയില്ല എന്ന് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മുടെ സീനിയർ വക്കീൽ പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. 1968 ഹാൻസ് മേയറിനെതിരെ കൊലക്കുറ്റത്തിന്റെ പേരിൽ നീയും നിന്റെ സഹോദരിയും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ കൂളിനായാലും അതിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം സത്യത്തിൽ നമ്മുടെ ഹീറോ പോലും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ കംപ്ലൈന്റ് എന്തായാലും കൂളിനും അവന്റെ സഹോദരിയും കൂടി ചേർന്നിട്ട് ഹാൻസ് മേയറിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ആ ഒരു സമയത്ത് വാദിച്ച് ഹാൻസ് മേയർ കുറ്റക്കാരനല്ല എന്നാണ് കോടതി വിധിച്ചത്. അപ്പോഴേക്ക് ഒരു വക്കീൽ പറയും, അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നതും മൊത്ത കോടതിയും പെട്ടെന്നങ്ങ് ഷോക്കായി പോയി. ഇപ്പൊ ഇവൻ പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ സിമ്പതി കാരണം ശിക്ഷയുടെ കാലാവധി ഒന്നും കുറയ്ക്കരുത് എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും കണ്ടുപിടിച്ച് നമ്മുടെ ഹീറോയ്ക്കായാലും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കൂളിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഈ ഒരു കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ കൂളിനായാലും സോറി പറഞ്ഞിട്ട് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ജയിലിലേക്ക് ചെന്ന് കൂളിനോട് ചോദിക്കും, ഈ ഒരു കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ കൂളിൻ പറയും, ഞാനും എന്റെ സഹോദരിയും ഇതുപോലെ കംപ്ലൈന്റ് കൊടുത്തെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. പിന്നീട് ഈ ഒരു കാര്യത്തെ പറ്റി ആരോടും സംസാരിക്കരുതെന്ന് എന്റെ സഹോദരി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാനും അത് ആരോടും പറയാതെ ഇത്രയും കാലം അത് സഹിച്ചു പിടിച്ച് ഉള്ളിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. 2 മാസങ്ങൾക്ക് മുന്നേ എന്റെ സഹോദരി മരിച്ചുപോയി. ഇനി എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ആരുമില്ല. ഈ ഒരു നിയമം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അങ്ങനെ തെറ്റ് ചെയ്ത ഹാൻസ് മേയർ രക്ഷപ്പെടുമായിരുന്നു. അത് ഏത് നിയമം കൊണ്ട്, ഏത് നിയമമാണ് അവനെ രക്ഷപ്പെടുത്തിയത്, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു നിയമത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു പോയിന്റ് ഇങ്ങനെ പിടിക്കുന്നത്. അങ്ങനെ ഹീറോ ആയാലും നേരെ വീട്ടിലേക്ക് ചെന്ന് തന്റെ ടീമുണ്ടല്ലോ, അച്ഛൻ, സുഹൃത്ത്, ഇവരെല്ലാവരെയും വെച്ചുകൊണ്ട് 1968 എന്ത് കാരണം കൊണ്ടാണ് ഇവരുടെ ആ ഒരു കംപ്ലൈന്റ് റിജക്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ ഹീറോ ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇപ്പൊ ഓരോ കാലഘട്ടത്തിലും ഈ നിയമത്തിന് ഓരോ മാറ്റം വരുമല്ലോ. ഇപ്പൊ പണ്ടുണ്ടായിരുന്ന നിയമമല്ല ഇപ്പോഴുള്ളത്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ഈ ഒരു നിയമം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു നിയമ മാറ്റത്തിലാണ് ഇവരുടെ ഈ ഒരു കംപ്ലൈന്റ് അവർ റിജക്ട് ചെയ്തത്. ആ ഒരു കാര്യം ഇപ്പോൾ ഹീറോ മനസ്സിലാകും. അങ്ങനെ അടുത്ത ദിവസം കോടതിയിലേക്ക് വന്ന നമ്മുടെ ഹീറോ നേരെ ഇപ്പൊ ആ ഒരു സീനിയർ വക്കീലുണ്ടല്ലോ, പുള്ളിക്കാരനെ ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു കേസിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ ജഡ്ജി പറയും, ഹേയ് അതൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സീനിയർ വക്കീൽ പറയും, ഇല്ല മേഡം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കേസിന്റെ ഭാഗമായിട്ടല്ലേ, അവന്റെ ആദ്യത്തെ കേസ്, ഞാൻ കാരണം എന്തെങ്കിലും ഒരു സഹായം അവൻ ഉണ്ടാവുമെങ്കിൽ അതുണ്ടാവട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ സീനിയർ വക്കീൽ നേരെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഇപ്പോ എലി കെണിയിൽ വന്ന് കയറിയതുപോലെ ഹീറോയോട് ചോദിക്കും, ഓക്കെ എന്ത് ചോദ്യം ചോദിക്കണ്ടേ എന്നെല്ലാം കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഇപ്പോ ഓക്കെ ശരി നമുക്കൊരു അധികാരിയെ പറ്റി സംസാരിച്ചാലോ എന്നും പറഞ്ഞിട്ട് ഒരാളുടെ പേര് ഇങ്ങനെ പറയുന്നതും ഇത്രയും നേരം നല്ല കോൺഫിഡൻസ് ആയിട്ടിരുന്ന നമ്മുടെ വക്കീല് അയാളുടെ മുഖം അങ്ങ് മാറുന്നു. അപ്പൊ വക്കീല് ചോദിക്കും, അല്ല ആ ഒരാളെ പറ്റി സംസാരിച്ചിട്ട് ഇവിടെ എന്ത് കാര്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. 1968 തന്നെ എന്റെ കക്ഷി കോളിൻ മേയറിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ആ ഒരു കംപ്ലൈന്റ് എടുത്തിട്ട് മേയർ നല്ലവനാണെന്ന് ആരും അന്വേഷിച്ചല്ല പറഞ്ഞത്. ആ ഒരു കംപ്ലൈന്റ് പോലും അവരെടുത്തില്ലായിരുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞ ആ ഒരു ഓഫീസർ കോളിൻ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് 4 മാസം മുന്നേ നിയമത്തിൽ വരുത്തിയ ഒരു മാറ്റം കാരണമാണ്. ആ ഒരു നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് യുദ്ധകാലഘട്ടത്തില് ഏതൊക്കെ അധികാരികള് അവരുടെ നിയമം തെറ്റിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാല് സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ അതിന്റെ കീഴില് അവർക്കെതിരെ ഒരു കംപ്ലൈന്റും കൊടുക്കാൻ കഴിയത്തില്ല. അത് യുദ്ധകാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ
അവർ ചെയ്ത കുറ്റങ്ങളുടെ കാലാവധി കഴിഞ്ഞു, അത് എക്സ്പയറി ആയി പോയതുകൊണ്ട് അതിനെതിരെ ആർക്കും പരാതി കൊടുക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു പുതിയ നിയമം ആ ഒരു സമയത്ത് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ടാണ് കോളിന് തന്റെ സഹോദരിയും തന്റെ അച്ഛനെ കൊന്ന ഹാൻസ് മേയറിനെതിരെ ആ ഒരു പരാതി കൊടുത്തപ്പോ ആ ഒരു പരാതി അവര് റിജക്ട് ചെയ്തത്. അല്ലാതെ ആ ഒരു പരാതി എടുത്ത് കേസ് അന്വേഷിച്ച് ഹാൻസ് മേയർ നല്ലവനാണെന്ന് പറഞ്ഞ് ഒരിക്കലും ആ ഒരു കേസ് ഇല്ലാണ്ടായതല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നമ്മുടെ വക്കീല് പറഞ്ഞതെന്താണ്, ഇതുപോലെ കേസ് കൊടുത്ത് നമ്മുടെ ഹാൻസ് മേയർ ഒരു നല്ലവനാണ്, നിരപരാധിയായിട്ടുള്ള ഒരാളെയാണ് കൂളിൻ കൊന്നത് എന്നെല്ലാണല്ലോ പറഞ്ഞു വെച്ചത്. പക്ഷെ അതെല്ലാം പറഞ്ഞത് വെറുതെയാണ്. എന്നിട്ട് ഹീറോ പറയും, ഓക്കെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന് ആ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ എല്ലാം ഒരിടത്തേക്ക് കൂട്ടി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ ഒരു മീറ്റിംഗിൽ നിങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ വക്കീലിനോട് ഇങ്ങനെ ചോദിക്കുന്നതും, അതെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഈ ഒരു നിയമം അത് ശരിയായിട്ടുള്ള നിയമമാണോ? 20 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് 20 വർഷം കഴിഞ്ഞ് ആ ഒരു തെറ്റ് ഇല്ലാണ്ടാവോ? അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ ആർക്കും ഒരു അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. നമ്മുടെ വക്കീലായാലും ഇല്ല, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പൊ കൂളിനായാലും മേയറിനെ കൊന്നു, 20 വർഷം കഴിഞ്ഞിട്ട് അതും എക്സ്പയറി ആയി പോവും. നിങ്ങൾ തന്നെ പറയാൻ പറയുമ്പോൾ അതിന് നമ്മുടെ വക്കീലിന് മറുപടിയില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും 1944 മേയർ കൂളിന്റെ അച്ഛനെ കൊല്ലുന്ന ആ ഒരു കാര്യവും പ്രസന്റില് കൂളിൻ മേയറിനെ കൊല്ലാനായിട്ട് അതിനകത്തേക്ക് ചെല്ലുമല്ലോ, ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. സത്യത്തില് കൂളിൻ ഇതേപോലെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ തന്നെ മേയറിന് കാര്യം മനസ്സിലായി, ഇത് താൻ കൊന്ന ഒരാളുടെ മകനാണെന്ന്. അതുകൊണ്ടാണ് മേയർ താൻ അന്ന് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്നും അതിന്റെ ശിക്ഷ അറിയിക്കുന്നുണ്ടെന്നുമുള്ള രീതിയിൽ കൂളിന്റെ മുന്നിൽ മുട്ടുകുത്തി ഇരുന്നു കൊടുത്തതും, അതനുസരിച്ച് കൂളിൻ തന്റെ അച്ഛനെ കൊന്ന ആ ഒരു ദേഷ്യത്തില് മേയറിനെ ഷൂട്ട് ചെയ്ത് കൊന്നതും, അത് കഴിഞ്ഞ് ആ ഒരു ദേഷ്യം സഹിക്കാൻ കഴിയാതെ മേയറിന്റെ തലയിലേക്ക് ആ ഒരു ഷൂ കൊണ്ട് ഒരുപാട് തവണ ചവിട്ടിയതും. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് കൂളിൻ ആ ഒരു സമയത്ത് കുട്ടിയായിരിക്കുമ്പോൾ തന്റെ അച്ഛനെ കൊല്ലുന്ന ആ ഒരു സമയത്ത് അത് കാണാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഹാൻസ് മേയർ കൂളിനെ പിടിച്ച് അവന്റെ അച്ഛനെ കൊല്ലുന്ന ആ ഒരു കാര്യം മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ച് തന്റെ അച്ഛനെ കൊല്ലുന്ന ആ ഒരു കാര്യം അവന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഹാൻസ് മേയറിനെ കൊല്ലാതെ പിന്നെ കൂളിന് എന്ത് ചെയ്യാനാണ്? അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യം വയറിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്. താഴെ വീണ കൂളിന്റെ അച്ഛൻ ഒരിക്കലും മരിച്ചില്ലായിരുന്നു. അപ്പോഴേക്കും മേയർ ഒരു തോക്ക് അടുത്തുള്ള ഒരു സോൾജറിന്റെ കൊടുത്തിട്ട് ഇനി പോയി ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറഞ്ഞ് നേരെ അടുത്തേക്ക് ചെന്ന് കൂളിൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കൂളിന്റെ അച്ഛന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലുമായിരുന്നു. അന്ന് നമ്മുടെ മേയർ കൊടുത്തു വിട്ട ആ ഒരു തോക്കുണ്ടല്ലോ, അതേ തോക്ക് വെച്ച് തന്നെയാണ് ഇപ്പൊ പ്രസന്റില് കൂളിൻ ആ ഒരു മേയറിനെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തോക്കിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും കൂളിന്റെ മുഖം ചെറിയ രീതിയിലൊന്ന് മാറിയതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് ഇപ്പോ ഹീറോ തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പോ ഹാൻസ് മേയർ ചെയ്തത് തെറ്റാണോ ഇല്ലയോ, അയാൾക്ക് ശിക്ഷ കൊടുക്കണോ വേണ്ടയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കോടതിയിൽ പറയുന്നുണ്ട്, അതെ ഹാൻസ് മേയർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അവന് ശിക്ഷ വാങ്ങി കൊടുക്കണമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നതും ഇത് കേൾക്കുന്ന കൂളിന് ഇപ്പോഴാണ് മനസ്സിന് ഒരു ആശ്വാസമാവുന്നത്. കാരണം താൻ ഇത്രയും കാലം ഇതെല്ലാം സഹിച്ച് ഇതിനെതിരെ പോരാടിയത് വെറുതെ ആയില്ല, തനിക്ക് നീതി കിട്ടി എന്നുള്ളൊരു ആശ്വാസം കൂളിനുണ്ട്. അങ്ങനെ കൂളിനായാലും ഹീറോയെ കണ്ട് അവനോട് താങ്ക്സും പറഞ്ഞിട്ട് ഇപ്പൊ കോടതി പിരിച്ചുവിട്ട് നാളെയാണ് ഇതിന്റെ അവസാനത്തെ വിധി പറയാൻ പോകുന്നത്. അങ്ങനെ ഹീറോ ആയാലും തിരിച്ച് വെളിയിലേക്ക് വന്നിരിക്കുമ്പോ ജോന ഉണ്ടല്ലോ, അവള് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി, നീ ചെയ്തത് ശരിയാണെന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു വിധി പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നമ്മുടെ കൂളിൻ അവനെ മാത്രം കണ്ടിട്ടില്ല. ഇവൻ എവിടെയാണെന്നുള്ള രീതിയിൽ എല്ലാവരും അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇപ്പൊ ജഡ്ജി പറയും, കഴിഞ്ഞ രാത്രി തന്നെ കൂളിൻ ജയിലിൽ വെച്ച് സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ട് ഇതിലൊരു വിധി പറയാനായിട്ട് ഇപ്പോ എന്തായാലും കൂളിനില്ല. അപ്പൊ എന്തായാലും നമ്മുടെ കൂളിൻ ആഗ്രഹിച്ചത് എന്താണ്? തന്റെ അച്ഛന് നടന്ന ആ ഒരു അനീതിക്കെതിരെ ഒരു നീതി കിട്ടണം. അതെന്തായാലും ഇന്നലെ തന്നെ കൂളിന് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ സ്വയം മരിച്ചത്. ഒരുപക്ഷെ 1968 തന്നെ കൂളിൻ കൊടുത്ത ആ ഒരു പരാതിക്ക് നടപടി എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അയാൾ ഒരു കുഴപ്പമില്ലാതെ നല്ലതുപോലെ ജീവിച്ചേനെ. ആ ഒരു കാര്യം മനസ്സിലാക്കുന്നതും അതുകൊണ്ടാണ് കൂളിൻ ഹാൻസ് മേയറിനെ കൊന്നിട്ട് അവന്റെ നീതി നടപ്പാക്കിയത്. ഓക്കെ, എന്തായാലും കൂളിൻ വിചാരിച്ചതുപോലെ അവന് നീതി കിട്ടി എന്നുള്ള രീതിയിൽ ഹീറോ ഇപ്പോ കൂളിന്റെ നാട്ടിലേക്ക് ചെന്നിട്ട് അവനുള്ള ആ ഒരു ഫ്യൂണറൽ ഉണ്ടല്ലോ, അതെല്ലാം നല്ലതുപോലെ തന്നെ നടത്തി. അത് കഴിഞ്ഞ് ആ ഒരു തെരുവിലിരുന്ന് ഇവരെല്ലാവരും ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരു വലിയ ബോൾ വന്ന് ഹീറോയുടെ അടുത്തേക്ക് വീഴുന്നു. അങ്ങനെ അതായാലും ഹീറോ എടുത്ത് ഉരുട്ടി ഇങ്ങനെ വിടുന്നതും ഹീറോ ആ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ കൂളിനും അവന്റെ അച്ഛനും ഉണ്ടല്ലോ ആ ഒരു ബോളും എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നത് പോലെ നമ്മുടെ ഹീറോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.